ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഞങ്ങളെ നോമ്പ് തുറയുടെ സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് മുട്ട കബാബും പിന്നെ മുളക് വെച്ചിട്ടുള്ള ഒരു മുളക് ബജി എന്നൊക്കെ തന്നെ പറയാം. അതിൽ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കി ആഡാക്കിയിട്ടൊരു വെറൈറ്റി മുളക് ബജി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉമ്മ. അതൊക്കെ ഉണ്ട്. മുളക് നല്ല എരിവായിരുന്നു. അപ്പം പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കട്ടെ. മുട്ട കബാബിന് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ഒരു 4 ഉള്ളി 2 പച്ചമുളകും പിന്നെ പുതിനല്ല സോറി കേട്ടോ, മല്ലിച്ചപ്പിൻ്റെ ഇലയാണ് വേണ്ടത്. അപ്പോൾ ഒരു പ്രത്യേകം അതായിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. നന്നായിട്ട് അരക്കല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിൽ ചമ്മന്തി അരക്കൽ മാത്രമാണ് ഒരു ടാസ്ക്കുള്ളൂ. ബാക്കിയൊക്കെ മുട്ട ബജിയുടെ പോലെ തന്നെയാണ്. അപ്പം മുട്ട ഒന്ന് കട്ട് ചെയ്യും, നടുവൊന്ന് മുറിച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച ചമ്മന്തിയില്ലേ അത് ആ മുട്ടയുടെ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ, ഒന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓരോന്നെടുത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുഭാഗം കീറിയ ഭാഗത്ത് രണ്ടിൻ്റെയും ഇങ്ങനെ ചമ്മന്തി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്കി മുട്ടയും കൂടിയും അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചമ്മന്തിയൊക്കെ തേച്ച് കൊടുത്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പൊരിക്കാമല്ലോ. ഇത് മാവിൽ മുക്കി പൊരിക്കാൻ നമുക്കൊക്കെ തയ്യാറാക്കി വെക്കാം. ഈ ചമ്മന്തിയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് മാവിൽ മുക്കി പൊരിക്കേണ്ട ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാ മുട്ടയും അതേപോലെ ചമ്മന്തി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവിൽ ഒന്ന് മുക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ ഈ ചമ്മന്തി വെച്ച ഭാഗം മുകളിലേക്ക് ആക്കുമ്പോഴായിരിക്കും ഇതൊക്കെ, അടിയിൽ വെച്ചാൽ ചമ്മന്തിയൊക്കെ ആ മാവിൽ തന്നെ മുങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് മുകളിൽ ചമ്മന്തി വെച്ചത് ഇതാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് മാവിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു എണ്ണ ചൂടായാൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഈ ചമ്മന്തിയുടെ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമ്മളെ മുട്ട ബജി മുട്ട കബാബ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരിയിട്ട് നമുക്ക് പാത്രത്തേക്ക് മാറ്റിയേക്കാം. ഇനി അടുത്തൊരു ഐറ്റം എന്ന് വെച്ചാൽ നമ്മൾ മുളക് ബജി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. മുളക് ബജി തന്നെയാണ് സംഭവം, പക്ഷേ അതിൽ കൂടെ നമുക്ക് ബാക്കി വന്ന ചമ്മന്തിയും കുറച്ച് ഉരുളൻകിഴങ്ങും കൂടി ഇതാക്കിയിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഒന്ന് സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചമ്മന്തിയും കൂടിയിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതാണ് ചെയ്യണത്. അപ്പോൾ അത് ഏകദേശമൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. എരിവുള്ള മുളകാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എരിവൊന്ന് കുറഞ്ഞിട്ട് കേട്ടോ. ഇനി നമുക്ക് ആ മുളകിനെ രണ്ടാക്കി മുറിച്ചെടുക്കാം കേട്ടോ. മുളക് മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ തണ്ടും കൂടെയും അതേ കറക്റ്റിൽ മുറിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പൊരിച്ചത് കാണാൻ. ഇനി നമുക്ക് ആ ഫില്ലിങ് മുളകിൻ്റെ ആ മുറിച്ചെടുത്ത ഭാഗത്ത് നമുക്ക് തേച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ എല്ലാ മുളകും നമുക്ക് കീറിയിട്ട് അതിൽ ചമ്മന്തി നിറച്ച് കൊടുക്കാം. ഇനി നമുക്കത് മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് എണ്ണ ചൂടായാൽ നമുക്ക് മാവിൽ മുക്കിയ മുളകിനെ നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ബ്രൗൺ കളറായാൽ നമുക്കത് കോരി മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. സാധാ മുട്ട ബജിയും സാധാ മുളക് ബജിയൊക്കെ തന്നെയാണ്. അതിനെ ഒന്നും കൂടി ഒന്ന് മോഡേൺ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഹിമക്കുട്ടീനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇമ്മുക്കുട്ടി സാധാരണ പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തൊലി മാത്രം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്.